ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ റിലീസ് ചെയ്യുന്ന ഒരു മലയാളം സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട്, ഒപ്പം ദി ഗോട്ട് എന്ന വിജയ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വെങ്കട്ടപ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് നായകനെ എത്തിയ ഏറ്റവും പുതിയ വമ്പൻ ബിഗ് ബഡ്ജറ്റ് മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ കൂടിയാണല്ലോ ദി ഗോട്ട്. ചിത്രം തിയേറ്ററുകളിൽ ഇന്നത്തോടെ ഒരാഴ്ച പിന്നിടുമ്പോൾ 335 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്ത ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ടോപ്പ് 10 സിനിമകളുടെ പട്ടികയിലുണ്ടായിരുന്ന ഗുണ്ടൂർ കാരം, മഞ്ഞുമൽ ബോയ്സ്, ഷെയ്ത്താൻ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോട്ട് മറികടന്നിരുന്നു. ഇപ്പോഴത്തെ ഇന്നലെ 6ാം ദിവസത്തെ കളക്ഷനോടെ ഹനുമാൻ എന്ന സിനിമയുടെ തെലുഗു പാൻ ഇന്ത്യൻ സിനിമയുടെ ഫൈനൽ കളക്ഷൻ കൂടി ഗോട്ട് മറികടന്നിരിക്കുകയാണ്. ഇനി മറികടക്കാനുള്ള പ്രധാനപ്പെട്ട സിനിമ ഹൃതിക് റോഷൻ നായകനെ എത്തിയ ഫൈറ്റർ എന്ന സിനിമയുടെ കളക്ഷനാണ്. ഈ വർഷം തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഫൈറ്റർ 358 കോടിയോളം രൂപയായിരുന്നു ഫൈനൽ കളക്ഷനായിട്ട് നേടിയെടുത്തത്. ആ കളക്ഷൻ ഗോട്ട് അടുത്ത ദിവസങ്ങളിൽ മറികടക്കുമെന്ന് ഉറപ്പാണ്. അതിനുമപ്പുറം 400 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എപ്പോൾ എത്തുമെന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഗോട്ട് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്. നിലവിൽ വലിയ ഹൈപ്പൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും നാളെ റിലീസ് ചെയ്യുന്ന സിനിമകളിൽ മികച്ച അഭിപ്രായങ്ങൾ ട്രെയിലറിന് നേടിയെടുത്ത സിനിമയാണല്ലോ കിഷ്കിന്ധാകാന്ഡം. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, ജഗദീഷ്, അശോകൻ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അത് പ്രകാരം ജഗദീഷ് ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ, അഭിനേതാക്കളുടെ ആത്മവിശ്വാസം അഭിമുഖങ്ങളിൽ ശരിവയ്ക്കുന്നത് പോലെ പ്രിവ്യൂ ഷോ റിപ്പോർട്ട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിൽ വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കും, തിയേറ്ററുകളിൽ ഞെട്ടിക്കുമെന്നാണ് പ്രിവ്യൂ ഷോയിൽ നിന്ന് വ്യക്തമാകുന്നത്. നമ്മുടെ മലയാള സിനിമയിൽ വളരെ ചുരുക്കം സിനിമകളിലാണല്ലോ പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന സിനിമകളായിട്ട് നാം കണ്ടിട്ടുള്ളൂ. അതിലൊരു സിനിമയായിരിക്കും ഈ ആസിഫ് പടം എന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ചിത്രത്തിന്റെ ജോണർ ജഗദീഷ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് പ്രകാരം കിഷ്കിന്ധാകാന്ഡം ഒരു മൈൻഡ് ട്രാവൽ സിനിമയാണ് എന്നാണ് ജഗദീഷ് പറഞ്ഞിരിക്കുന്നത്. UA സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയ്ക്ക് 2 മണിക്കൂർ 5 മിനിറ്റാണ് ദൈർഘ്യം. ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയുടെ ആദ്യ യഥാർത്ഥ അഭിപ്രായങ്ങൾ നാളെ അറിയാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ വീഡിയോകൾക്കായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.